ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. അതിന്റെ ദുഃഖം ഒരു വശത്തുണ്ടെങ്കിലും മറുവശത്ത് രാജ്യസഭാ സീറ്റിനു വേണ്ടി അവകാശമുന്നയിച്ച് ഘടകകക്ഷികൾ രംഗത്ത്. ഇതോടെ വെട്ടിലായത് ഇടതുമുന്നണിയും. പരാജയ കാരണം ചർച്ച ചെയ്യുന്നതിന് മുൻപ് സീറ്റിനു വേണ്ടി ഘടകകക്ഷികൾ ചർച്ച ആരംഭിച്ചു. ജൂൺ 6 മുതലാണ് രാജ്യസഭാ സീറ്റിനുള്ള പത്രികാ സമർപ്പണം ആരംഭിച്ചത്. LDFന് 2 സീറ്റുകൾ, 1 CPMനും ബാക്കിയുള്ള 1 സീറ്റിനു വേണ്ടി 4 പാർട്ടികളാണ് രംഗത്തുള്ളത്. CPI, RJD, കേരള കോൺഗ്രസ് എം, NCP എന്നിവരാണ് രംഗത്തുള്ളത്. RJDക്കും NCPക്കും സീറ്റ് ലഭിച്ചേക്കില്ല. മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ CPIക്ക് 17 MLAമാരാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സീറ്റ് തങ്ങൾക്ക് കിട്ടിയേ മതിയാകൂ എന്നാണ് CPI. കേരള കോൺഗ്രസ് എമ്മിന് 5 MLAമാരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും സീറ്റ് കിട്ടണമെന്നാണ് അവരുടെയും ആവശ്യം. പത്രികാ സമർപ്പണത്തിനുള്ള സമയമായിട്ടും രാജ്യസഭയിലേക്കുള്ള സീറ്റ് ധാരണയിൽ ഇടതു പാർട്ടികൾക്കിടയിൽ സമവായം ആയിട്ടില്ല. കയ്യിലെ സീറ്റ് വിട്ടുകൊടുക്കാനാകില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും അറിയിച്ചിരുന്നു. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കാനിരിക്കെയാണ് CPI സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയത്. ക്യാബിനറ്റ് റാങ്കോടുകൂടി ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം കേരള കോൺഗ്രസ് നൽകുന്നതിന് വിയോജിപ്പില്ലെന്നാണ് CPI നിലപാട്. സീറ്റു കിട്ടിയേ തീരൂ എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് എം. നിലവിലെ സീറ്റ് വിട്ടുകൊടുക്കാനാകില്ലെന്ന് CPIയും. അപ്പോഴാണ് കേരള കോൺഗ്രസ് ഈ സീറ്റ് വേണമെന്ന് ആവശ്യമുന്നയിച്ച് രംഗത്ത് വന്നത്. കോട്ടയത്തെ ലോക്സഭാ സീറ്റ് മുന്നണി മാറ്റത്തോടെ നഷ്ടമായി. ജോസ് കെ മാണിയുടെ പാർലമെന്റ് പ്രാതിനിധ്യം കൂടി ഇല്ലാതായാൽ അണികൾക്ക് മുന്നിൽ ഉത്തരമില്ലാത്ത സാഹചര്യമുണ്ടാകും. ഇതിനാൽ തന്നെ രാജ്യസഭാ സീറ്റ് വേണമെന്നാണ് കേരള കോൺഗ്രസ് എം ആവശ്യപ്പെടുന്നത്. ക്യാബിനറ്റ് പദവി കൊണ്ടോ ഭരണപരിഷ്കാര കമ്മീഷനിലോ ഒതുങ്ങാനാകില്ലെന്നും കേരള കോൺഗ്രസ് നേതൃത്വം നയം വ്യക്തമാക്കി. മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാതെയും MP സ്ഥാനവുമില്ലാതെ ഇനിയും മുന്നോട്ടു പോകാനാകില്ലെന്ന കടുത്ത നിലപാടിലാണ് RJD. പ്രവർത്തകർക്കിടയിൽ എതിർപ്പുണ്ടെന്നും അർഹിച്ച സീറ്റ് കിട്ടിയേ തീരുവെന്നും RJD ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് തുറന്നടിക്കുകയും ചെയ്തു. ഒഴിവുവരുന്ന 3 രാജ്യസഭാ സീറ്റുകളിൽ 1 RJDക്ക് LDF തന്നേ തീരുവെന്നും ഇനി ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ലെന്നും RJD വ്യക്തമാക്കി. രാജ്യസഭാ സീറ്റ് വേണമെന്നും NCPയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ വിലപേശലും പരിഹാരവും എന്നായിരുന്നു മുന്നണി നേതൃത്വം കരുതിയെങ്കിലും പുതിയ സാഹചര്യത്തിൽ നടക്കാനിരിക്കുന്ന ഉഭയകക്ഷി ചർച്ചകളും അത്ര എളുപ്പമാകില്ല. കേരള കോൺഗ്രസിനും RJDക്കും നിലവിലുള്ള UDF സാഹചര്യം നോക്കുകയാണെങ്കിൽ ഒരു ചായ്വ് ഉള്ളതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റ് തർക്കവും തർക്കവിഷയത്തിലെ പരിഹാരവും മുന്നണിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. രാജ്യസഭാ സീറ്റിന് ഘടകകക്ഷികൾ ഉന്നയിച്ച അവകാശവാദത്തിൽ നേതൃതല തീരുമാനം ഇന്നുണ്ടാകും. ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം 2 ദിവസത്തിനകം സീറ്റിൽ തീരുമാനം എടുക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് നോട്ട് 24.